വാഴ. അങ്ങനെ വാഴ 2 തിയേറ്ററിൽ പോയി കണ്ടു. വാഴ 2 തിയേറ്ററിൽ പോയി കണ്ടതുകൊണ്ട് തന്നെ ഒരു വാഴത്തോട്ടത്തിൽ വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ പ്ലാൻ ചെയ്തു. അപ്പം വാഴ 2വിനെ പറ്റിയുള്ള എൻ്റെ ഒരു ഇനീഷ്യൽ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, വാഴ ഫസ്റ്റിനെ കഴിഞ്ഞിട്ട് നല്ല സിനിമയാണ് വാഴ 2. എന്തുകൊണ്ടും എനിക്ക് വാഴ ഫസ്റ്റ് കണ്ടപ്പോൾ അത്രയ്ക്കും കൊണ്ട് വർക്കായില്ല. പല കാര്യങ്ങളും, പല ഇമോഷൻ സൈഡുകളൊന്നും എനിക്ക് അത്ര വർക്കായില്ല. എനിക്ക് കുറച്ച് ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ വാഴ 2 അതൊന്നും നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ള പടമാണ്. കുറച്ചും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് വാഴ 2. അപ്പോൾ എന്താണ് ഈ വാഴ 2വിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഈ വാഴ 2വിൻ്റെ പ്രശ്നങ്ങൾ, എനിക്ക് തോന്നിയ വാഴ 2വിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം എന്താണ്, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു പടമാണോ വാഴ 2 എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ എന്തായാലും ചർച്ച ചെയ്യാം. അപ്പം പടത്തിന് ഞാൻ തിയേറ്ററിൽ പോയ സമയത്ത് അത്യാവശ്യം പോയ തിയേറ്ററിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല ബുക്കിംഗ് ഉള്ള തിയേറ്ററിലാണ് ഞാൻ പോയത്. അപ്പോൾ ചെന്ന് പടം തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം വാഴ ഫസ്റ്റ് പോലെ തന്നെ ഇപ്പം ഈ അതിനകത്തെ കഥാപാത്രങ്ങളുടെ ചെറുപ്പകാലം തൊട്ട് അവരൊരു മിഡിൽ ഏജ്, അതായത് ഒരു മിഡിൽ ഏജ് ക്രൈസിസിലേക്കൊക്കെ എത്തുന്ന സമയം വരെയുള്ള ഈ വാഴ ഫസ്റ്റിൻ്റെയും ഒരു കഥയുടെ ഒരു ടൈം ലൈൻ, ആ ഒരു പരിപാടിയാണ് വാഴ 2വിനകത്തും നമ്മുടെ സെൻട്രൽ ക്യാരക്ടേഴ്സിന്, അതായത് വാഴ 2വിലെ ഇപ്പോൾ ഹാഷിർ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെയൊക്കെ കാണിച്ചാണല്ലോ വാഴ ഫസ്റ്റ് നടത്തുന്നത്. അവരുടെ ഒരു ലൈഫാണ് വാഴ 2 നമുക്ക് അറിയാം ഓൾറെഡി. അത് തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് ഓൾറെഡി കാണിച്ചേക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരുടെ ചെറുപ്പകാലം തൊട്ട് അവർ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ, അവരൊരു മിഡിൽ ഏജ് അല്ല ഒരു യങ് ഏജ്, ഒരു 10-25 വയസ്സൊക്കെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രായം വരെയുള്ള അവരുടെ ക്രൈസിസുകൾ, അവരുടെ ജീവിതങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് ടോട്ടലി സിനിമ സംസാരിക്കുന്നത്. അപ്പോൾ സിനിമയിലെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ പടത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഹാഷിർ ആൻഡ് ടീം, ഹാഷിർ, അലന്, അർജുൻ, എല്ലാവരും, അവരൊക്കെ അജിൻ ജോയി, എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ റീലിനകത്ത് കണ്ടപ്പം ഈ പടം ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇവർ ഈ റീലൊക്കെ ചെയ്തിട്ട് ഇവർ എത്ര മെച്ചുറായിട്ട് സിനിമ ചെയ്യുമെന്നുള്ള എനിക്കൊരു പേഴ്സണലി ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അടിപൊളിയായിട്ട് അവർ ഹാൻഡിൽ ചെയ്തു. ഹാഷിറിൻ്റെ ടീം അടിപൊളിയായിരുന്നു. എല്ലാവരും അവരെ ചുറ്റിപ്പറ്റിയാണ് മെയിനായിട്ടും കഥ മുന്നോട്ട് പോകുന്നത് തന്നെ. അവരാണ് പടത്തിലെ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ. അപ്പോൾ അവർ ചുറ്റിപ്പറ്റി പോകുന്ന സമയത്ത് അവർ നല്ല അടിപൊളിയായിട്ട് പടത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ് ആണ് എല്ലാവരും പെർഫോമൻസ്. ഞാൻ പറഞ്ഞില്ല, പടത്തിലേക്ക് വരുന്ന എല്ലാവരും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പടത്തിൻ്റെ ഒരു മിഡ് ടൈമിൽ നമ്മൾ അടുത്ത ആൾ വരുവാണ്. ആര്? നമ്മുടെ അല്ലമീനും ഗ്യാങ്ങും. അവർ പടത്തിൽ നെഗറ്റീവ് ഷെയ്ഡാണ് പടത്തിൽ ചെറുതായിട്ട് അവർക്ക് കൊടുത്തേക്കുന്നത്. പക്ഷേ അവരും തൂത്തുവാരി. പടത്തിൻ്റെ ഫുൾ ഓവറോൾ പരിപാടി ഇല്ല അവർക്ക്. പക്ഷേ പടത്തിൻ്റെ വന്ന ഭാഗങ്ങളിലെല്ലാം അവരെല്ലാവരും അവരുടെ കോമഡി, പുള്ളി കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, കുറച്ച് ഫൈറ്റുകളുണ്ട്, ഇങ്ങനെയുള്ള ഏരിയയിലെല്ലാം എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നാ പറയണേ, ബിജുക്കുട്ടൻ ചേട്ടൻ ഈ പടത്തിൽ ഏറ്റവും അടിപൊളി പെർഫോമൻസ് ബിജുക്കുട്ടൻ ചേട്ടനെയാണെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ച് ചെയ്തതും ഭയങ്കര രസമായിട്ട് പുള്ളി പടത്തിൽ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ക്യാരക്ടറൈസേഷൻ, പുള്ളിയുടെ നമ്മൾ കണ്ടു മറന്നൊരു സാധാരണമൊക്കെ ആയിട്ട് പടത്തിൽ ബന്ധമുണ്ട്. പക്ഷേ ആടിനകത്ത് ഇപ്പം ബിജുക്കുട്ടൻ ചേട്ടൻ അടുത്തിടയ്ക്ക് കണ്ടു. പക്ഷേ അതിനകത്തെ ഒരു ക്യാരക്ടറിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ട്, ഭയങ്കര മെച്ചുറായിട്ട്, ഒരു അച്ഛനൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ട് ബിജുക്കുട്ടൻ ചേട്ടൻ ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസാണ് എനിക്ക് പേഴ്സണലി ഈ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ പടത്തിൻ്റെ പ്രോട്ടോഗോണിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഹാഷിറാണ്. ഹാഷിർ അടിപൊളിയാണ്. ഹാഷിർ നല്ല മെച്ചുറായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ്, പുള്ളി നല്ല രസമുണ്ട് ഹാഷിറിൻ്റെ ഭാഗത്ത്. ഹാഷിർ ആ പടത്തിൻ്റെ എല്ലാ ഏരിയയിലും, ഇപ്പോൾ കോമഡി, പടത്തിൻ്റെ റൊമാൻറ്റിക് ഏരിയകൾ, പടത്തിൻ്റെ ഫൈറ്റ്, പടത്തിൻ്റെ ഇമോഷൻ കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങൾ, അത് വിനായക്, ഹാഷിർ, എല്ലാവരും, അലൻ, എല്ലാവരും കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. ഞാൻ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ശരിക്കും. പക്ഷേ അതൊന്നുമല്ല, അവർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പറാണ് എല്ലാവരും. പടത്തിൻ്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറയാൻ പടത്തിൻ്റെ പെർഫോമൻസ് ആണ്. ഇവരൊക്കെ പടത്തിൽ അഴിഞ്ഞാടുവാണ്. ബിജുക്കുട്ടൻ ചേട്ടൻ കഴിഞ്ഞാൽ പിന്നെ എടുത്തു വരേണ്ട പെർഫോമൻസ് അജു വർഗീസിൻ്റെയാണ്. അജു വർഗീസിൻ്റെ പെർഫോമൻസ് നല്ല രസമായിരുന്നു. ഞാൻ പേഴ്സണലി ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് വന്ന പുള്ളിയുടെ കുറേ സിനിമകൾ ഞാൻ കണ്ടില്ല, പുള്ളി ചെയ്ത കുറേ പടങ്ങൾ. പക്ഷേ എന്നാലും പുള്ളി ഭയങ്കര രസമായിട്ട്, ഭയങ്കര മെച്ചുറായിട്ട് പുള്ളി സിനിമ ചെയ്തു. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. നല്ല രസമായിട്ട് പുള്ളി പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടും ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് അജു വർഗീസിനെ ഫീൽ ചെയ്തു. സാധാരണ ഒരു കോമഡി എന്നുള്ള രീതിക്കൊന്നും നല്ല അജു വർഗീസ് ഈ പടത്തിൽ ചെയ്ത് വെച്ചിരിക്കുന്നു. നല്ല രസമായിട്ട്, നല്ല മെച്ചുറായിട്ട് പുള്ളി ഈ പടത്തിൽ പെർഫോം ചെയ്തു. പിന്നെ ഈ പടത്തിൽ എനിക്ക് ഏറ്റവും എടുത്തു വരേണ്ട വേറൊരു പെർഫോമൻസ് നമ്മുടെ വിജയ് ബാബു ചേട്ടൻ്റെയാണ്. പുള്ളി മോനെ ആട് കണ്ടപ്പോൾ തന്നെ പുള്ളി ലെവലാണ്. പുള്ളി അടിപൊളിയാണ്. ആടിനകത്തൊക്കെ പുള്ളി എന്ത് രസമായിട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലേക്ക് വരുമ്പോഴും പുള്ളി കിട്ടില്ല പെർഫോമൻസ് ആണ്. പുള്ളി ഒരു മീശയൊക്കെ വെച്ച് ഇങ്ങനെ വന്നിട്ട് ഒരു നല്ല ഫ്രസ്ട്രേഷനൊക്കെ ഉള്ളൊരു ഇതാണ്. ഇപ്പോൾ ഈ നമ്മൾ ചില സ്കൂളിലൊക്കെ ഉണ്ടല്ലോ, ഈ ചൊറിയന്മാരായിട്ടുള്ള സാറന്മാരില്ലേ, പിള്ളേരെ തല്ലുക, പിള്ളേരെ ഉപദ്രവിക്കുക, പിള്ളേരെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുമില്ല, അവന്മാർ വല്ല കള്ളു കുടിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനൊക്കെ സ്കൂളിലോട്ട് വരുന്ന അങ്ങനത്തെ കുറേ സാറന്മാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു ചൊറിയൻ വേഷമാണ് ഈ പുള്ളിക്ക് ഈ പടത്തിലുള്ളത്. പുള്ളി നല്ല രസമായിട്ട് ആ ക്യാരക്ടർ ചെയ്തു. അടിപൊളിയായിരുന്നു പുള്ളിയുടെ ഭാഗത്ത് പെർഫോമൻസ്. പിന്നെ അൽഫോൺസ് പുത്രനുണ്ട്. അൽഫോൺസ് പുത്രൻ്റെ പെർഫോമൻസ് ഓക്കെയാണ്, കുഴപ്പമില്ല. പുള്ളി ആക്ടറല്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പുള്ളി നല്ല രസമായിട്ട് പുള്ളിയൊക്കെ ചെയ്ത് വെച്ചു. അങ്ങനെ ഓൾറെഡി പെർഫോമൻസുകളെല്ലാവരും നല്ലതാണ്. ഇപ്പം അതായത് നായികയായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയുടെ പെർഫോമൻസ് ഒക്കെ രസമുണ്ടായിരുന്നു ഓവറോൾ. പിന്നെ നമ്മുടെ സുധീഷേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പുള്ളി പിന്നെ പറയേണ്ട കാര്യമില്ല, പുള്ളി അടിപൊളിയാണ്. പുള്ളിയുടെ പെർഫോമൻസ് എല്ലാം പടത്തിൽ അടിപൊളിയായിരുന്നു.
പിന്നെ പടത്തിൻ്റെ വേറെ സൈഡ് എന്ന് വെച്ചാൽ പടത്തിൻ്റെ ഞാൻ പറയാം മേക്കിംഗ് വൈസിൽ പടത്തിൻ്റെ ചില പ്രശ്നങ്ങളെ പടം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പടം അത് തിയേറ്ററിൽ കാണുമ്പോൾ നമുക്കത് നിങ്ങൾക്കത് എനിക്ക് പേഴ്സണലി ചില ഏരിയകളൊന്നും വർക്കായില്ല, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം അങ്ങനെയുള്ള ഏരിയകളൊക്കെ പടത്തിൻ്റെ മേക്കിംഗ് അല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ, മ്യൂസിക്കിൽ, പടത്തിൻ്റെ റിതത്തിൽ ഒക്കെ അത് കുറേയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പടത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും പടത്തിൻ്റെ ബാക്കി ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം അടിപൊളിയാണ്. അതായത് പടത്തിൻ്റെ സിനിമോഗ്രാഫി ആണെങ്കിലും പടത്തിൻ്റെ മ്യൂസിക് ആണെങ്കിലും പടത്തിൻ്റെ ബാക്കി കളറിങ്, എഡിറ്റിങ് അങ്ങനെയുള്ള സൈഡെല്ലാം അടിപൊളിയാണ്. നമ്മളത് തിയേറ്ററിൽ കാണുമ്പോൾ നമുക്കൊരു പ്രശ്നം തോന്നുന്ന ഒരു ഏരിയ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. നമ്മൾ അവിടെ പോകുന്നു, ഈ ക്യാരക്ടേഴ്സിൻ്റെ ലൈഫ് കാണാൻ പോയിരിക്കുന്നു എന്നുള്ളൊരു സാധനം തന്നെയാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഒന്ന് മേക്കിംഗ് സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു വാവ് ഫീലൊന്നുമില്ല, പക്ഷേ എന്നാലും പടം നല്ല രസമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ എടുത്ത് പറയേണ്ട ഒരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സിനിമയ്ക്ക്. ഞാൻ തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുന്ന സമയത്ത് ഇപ്പം എന്നാ പറയുക, തുടക്കത്തിൽ ഈ ക്യാരക്ടേഴ്സിൻ്റെ ചെറുപ്പം തൊട്ട് അവരുടെ വളർച്ചയിലൊരു ഘട്ടമൊക്കെ വരുമ്പോൾ എനിക്കത് പടം കുറച്ച് മടുപ്പായിട്ട്, അവിടെ ഉപയോഗിക്കുന്ന ചില കോമഡീസ്, അവിടെ കഥ പറയുന്ന പടത്തിൻ്റെ രീതി, പടത്തിന് ഭയങ്കര ഡയറക്റ്റാണ്, ഭയങ്കര ഫോഴ്സ്ഫുള്ളി ചില പ്രശ്നങ്ങൾ ഇപ്പം ഹാഷിൻ്റെ ഒക്കെ ഒരു ചെറുപ്പകാലത്തെ പല പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഭയങ്കര ഫോഴ്സ്ഫുള്ളി ഡയലോഗ് വൈസ് ഒരു അങ്ങനെ ഭയങ്കര ഇമ്മച്ചുവറായിട്ട് പോകുന്ന ഒരു രീതി എനിക്ക് പടത്തിൽ ഫീൽ ചെയ്തു. അതെനിക്ക് പടത്തിൽ നല്ല നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു പടത്തിൻ്റെ തുടക്ക ഭാഗത്ത്. പിന്നെ അത് കഴിഞ്ഞ് പോകെ പടം നന്നായി വരുന്നുണ്ട്, നന്നായി വന്ന് പടത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺടെന്റിലേക്ക് എത്തുമ്പോൾ പടം നന്നാകുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെയുള്ള ചില പെർഫോമൻസിൻ്റെ അല്ല മേക്കിങ്ങിൻ്റെ കുറേ പ്രശ്നങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് മടുപ്പായിരുന്നു. പിന്നെ സിനിമയിൽ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം സിനിമ സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലോട്ടുണ്ട്, അത് നമുക്ക് വേണ്ടി പറയാൻ പറ്റും. ഇപ്പം ലഹരി നമ്മുടെ കേരളത്തിൽ ഒക്കെ നമുക്കറിയാം, ലഹരിയുടെ ഉപയോഗം, സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം, അതിനെപ്പറ്റിയൊക്കെ സിനിമ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സിനിമയിൽ. പക്ഷെ അത് ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിരുന്നു സത്യം പറഞ്ഞാൽ. അത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെ പറയുന്നത്, നമുക്കറിയാം ഇവരിങ്ങനെ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ പ്രസംഗിക്കുക. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഈ ക്ലാസ്സിലൊക്കെ പോയിരുന്നിട്ട് മദ്യവിരുദ്ധ ക്ലാസ്സിലൊക്കെ ഞാൻ ഇതുവരെ പോയിട്ടില്ല, പക്ഷെ എന്നാലും മദ്യവിരുദ്ധ ക്ലാസ്സിലൊക്കെ പോയിരിക്കുന്ന പോലെ ലഹരി വിരുദ്ധ ക്ലാസ് ആയിരുന്നു സിനിമയിൽ കുറേ നേരം. ഇങ്ങനെയൊക്കെ വന്ന് എന്തൊക്കെ അത് ഇച്ചിരി ബോറായിരുന്നു. ലഹരി വിരുദ്ധ ക്ലാസ് നമുക്ക് വേറെ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് അവർക്ക് ആ ഏരിയകൾ ഹാൻഡിൽ ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി. ഡയറക്റ്റായിട്ട് പറയുക പല കാര്യങ്ങളും, ക്യാരക്ടേഴ്സ് വന്നിട്ട് ലഹരിയെ പറ്റിയിട്ട് ഡയറക്റ്റായിട്ട്, അത് സിനിമയായിട്ട് ബന്ധമുണ്ടെന്ന് വെച്ചാൽ ബന്ധമുണ്ട്, പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് മാച്ചല്ല. എനിക്കത് പേഴ്സണലി ഒട്ടും വർക്കാവാത്തൊരു കാര്യമായിരുന്നു. ലഹരി വിരുദ്ധ ക്ലാസ് ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പടം നന്നായിരുന്നേനും. പക്ഷേ ആ ലഹരി വിരുദ്ധ ക്ലാസ്സിനെ അവർ കാണിച്ചൊരു രീതിയുണ്ട്, അതായത് പല കഥാപാത്രങ്ങളുടെ പെർസ്പെക്റ്റീവിൽ പല കഥാപാത്രങ്ങളുടെ ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ട് അത് എഡിറ്റിങ്ങിൽ ഇൻ്റർകട്ട് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. അത് നല്ല രസമാണ് തിയേറ്ററിൽ നിന്ന് കാണാനായിട്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഈ ലഹരി വിരുദ്ധ ക്ലാസ് മൊത്തത്തിൽ വർക്കായില്ല. പിന്നെ പടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ഇതൊക്കെ ഈ ഒരു ഏരിയ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട. ലഹരി വിരുദ്ധ ക്ലാസ്സും പടത്തിൻ്റെ തുടക്കത്തിൽ ലാഗും അതൊക്കെയായിരുന്നു പടത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ പടത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ പടത്തിൻ്റെ ഇമോഷണൽ സൈഡുണ്ട് പടത്തിന്. അതായത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഈ കഥാപാത്രങ്ങൾക്ക് ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം വന്നു കഴിയുമ്പോൾ ഉള്ള പടത്തിലെ ഒരു അത് അടിപൊളിയാണ് ആ ഏരിയ. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും സത്യം പറയാം കേട്ടോ. ഞാൻ ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ആ ഒരു ഏരിയ തന്നെയായിരുന്നു. അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു പടമായിട്ടാണോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, എൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു വീക്കെൻഡിൽ പോയി കാണാൻ പറ്റുന്നത്, അത്യാവശ്യം നമ്മൾ വാഴ ഫസ്റ്റ് കണ്ട ആൾക്കാരാണെങ്കിൽ നമുക്ക് അത്യാവശ്യം തിയേറ്ററിൽ പോയി കണ്ട് നന്നായിട്ട് ചിരിക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്നതൊക്കെ ഒരു നല്ല സിനിമ തന്നെയാണ് വാഴ 2. കുറച്ച് നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരോടും ഒരു സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ലൈഫിനെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും സിനിമ. അപ്പോൾ അതും ഈ സിനിമയിലുണ്ട്. ഞാൻ പറയില്ല, ഇപ്പം എല്ലാവരും ഇപ്പം മൈഗ്രേഷൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ട്രെൻഡാണല്ലോ. അപ്പോൾ അത് ആ ഒരു പരിപാടിനെയൊക്കെ കുറച്ച് അതിൻ്റെ യാഥാർത്ഥ്യം എന്നാണ് അതിൻ്റെ പിന്നിലെ പരിപാടികൾ, അതൊക്കെ കുറച്ച് നല്ലതായിട്ട് പടം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കേരളത്തിലെ ഒരു വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ലൈഫിലുണ്ടാകുന്ന സംഭവങ്ങൾ എടുത്തിട്ട് അടിപൊളിയായിട്ട് സിനിമ ഈ പ്രാവശ്യം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയാണ് വാഴ 2. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പടം ഹിറ്റാവും, ഉറപ്പായിട്ടും പടം ഹിറ്റാവും. അപ്പം അടിപൊളിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സാധാരണ റീലൊക്കെ ചെയ്തിട്ട് നമ്മുടെ കടയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ആൾക്കാരാണ് ഹാഷിർ, അങ്ങനെയുള്ള ഇത് പെർഫോം ചെയ്യുന്ന എല്ലാ ആൾക്കാരും. അപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും മാക്സിമം തിയേറ്ററിൽ പോയി പടം കാണുക, എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പം ബൈ.